ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമായിട്ടാണ്. പഴം വെച്ചിട്ടും അതുപോലെ തന്നെ മട്ടരിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പോളമുള്ള മട്ടരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളമാണ് വേണ്ടുന്നത് അതനുസരിച്ച് കൂട്ടാം, അളവ് കൂട്ടാൻ കുറയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതിൻ്റെ ഈ ഒരു അവസ്ഥയൊക്കെ മാറി ഇത് കുറച്ചൊന്ന് ചുങ്ങാനൊക്കെ തുടങ്ങും. അപ്പം ആ ഒരു സ്റ്റേജ് ഞാൻ കാണിക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഈ ഒരു അവസ്ഥയിൽ വന്നിട്ടുണ്ട്. അത് കുഞ്ഞു പൊടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ അതവിടെ ചൂടാറട്ടെ. അപ്പോൾ ആ നേരം നമുക്കൊരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കശുവണ്ടി ചേർത്ത് കൊടുക്കുമ്പോൾ ഞാനിതുപോലെ നുറുക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതൊരു നമ്മളിപ്പോൾ അവലൂസൊക്കെ കഴിക്കുന്നില്ല, അവലൂസ് പൊടിയൊക്കെ കഴിക്കുന്നത് പോലെയുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, അല്ലെങ്കിൽ ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ ഞാനിപ്പം കശുവണ്ടി, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കശുവണ്ടി മാത്രമല്ല ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമുള്ളത് എന്തും ചേർത്ത് കൊടുക്കാം. ഞാനിന്നിപ്പോൾ ഇവിടെ ഈ ഒരു കശുവണ്ടിയും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കശുവണ്ടി ഒന്ന് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ അല്പം ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് പഴമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം, നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നേന്ത്രപ്പഴം അല്ലെങ്കിൽ ചെറിയ പഴമോ റോബസ്റ്റ് പഴമോ എന്ത് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ നേന്ത്രപ്പഴം ആകുമ്പോഴത്തേക്കുമാണ് ഇതിനൊരു രുചി കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നെയ്ക്കകത്ത് ഈ ഒരു പഴം ഒക്കെ നന്നായിട്ട് മിക്സായി ആ ഒരു നെയ്യുടെ ഫ്ലേവറൊക്കെ ഈ പഴത്തിൽ ഇറങ്ങുന്നത് വരെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ പഴം നമുക്ക് ഒത്തിരി അങ്ങ് ഉടച്ച് കളയേണ്ട കാര്യമില്ല. നമുക്ക് വളരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ അല്പം പഞ്ചസാര, നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് ഒരു ഏലക്കയുടെ കുരു ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക പൊടിച്ചതാണെങ്കിലും ചേർത്ത് കൊടുക്കാം, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ അല്പം തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് കൂടെ സമയം എടുത്തൊന്ന് മിക്സ് ചെയ്യാം. ആ മിക്സ് ചെയ്യുന്ന നേരം ഞാനവിടെ ചൂടാറിയിട്ടുണ്ടായിരുന്ന നമ്മുടെ അരി മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഫൈൻ പൗഡറായിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് പൊടിച്ച് കിട്ടും കേട്ടോ മിക്സിയിൽ. അപ്പോൾ ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു അരി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പഴത്തിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് അരിയുടെ എടുക്കുന്ന അളവും കൂട്ടാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് അരി മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പക്ഷേ ഈ 1/4 കപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3-4 പേർക്കൊക്കെ നമുക്ക് സുഖമായിട്ട് നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. നിങ്ങൾക്കിനി അല്പം കൂടെ നെയ്യ് ഒഴിക്കണം. ഒത്തിരി ഡ്രൈ ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ അല്പം കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഇവിടെ നെയ്യ് കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അങ്ങനെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അരി എടുത്തിട്ട് അതുപോലെ തന്നെ 2 പഴം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം ഇവിടെ റെഡിയാണ്. ഇത് നല്ല ഫില്ലിങ്ങും കൂടിയാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരത്തേക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ പ്രത്യേകിച്ച് നേന്ത്രപ്പഴം കൂടി ആകുമ്പോഴത്തേക്ക്, നേന്ത്രപ്പഴം അരിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഫില്ലിംഗ് ആയിട്ട് ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അരി ഏതരി വേണമെങ്കിലും യൂസ് ചെയ്യാം. മട്ടരി തന്നെയെന്നല്ല, ഏതരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.